ഫ്രണ്ട്സ്, ഇന്ന് ഷിബുവിൻ്റെ കുഞ്ഞ് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ വല്യേട്ടൻ പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഇച്ചായനും കൂടി ഒരു പ്ലാനും ഇല്ലാതെ എങ്ങോട്ടെന്നോ പോലെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി പോണ വഴിയിൽ വേണം എങ്ങോട്ടാണെന്ന് പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചത് ശംഖുമുഖത്തായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അവിടെ ഒരു നേവി ഡേയുടെ റിഹേഴ്സലൊക്കെ നടക്കുവാണല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. സത്യം പറയാലോ, അവിടെ നേവി പോയിട്ട് ഒരു ഈച്ച പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോകാമെന്ന് കരുതിയത് വെട്ടുകാട് പള്ളിയിലേക്കായിരുന്നു. അതിനിടയ്ക്കുള്ള ഒരു പള്ളിയുടെ ചെറിയൊരു ദൃശ്യമാണ് നിങ്ങളിപ്പം കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ്. അവിടെ പോയി നമുക്കറിയാം, ആദ്യം ക്രിസ്തുരാജിൻ്റെ ഒരു സ്വരൂപം ഉണ്ടായിരിക്കും. അവിടെ ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പുതിയ അവിടുത്തെ ചാപ്പലിൽ കയറി. അതിനകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുമാത്രമല്ല, നമുക്ക് സൈലൻ്റായിട്ടിരുന്ന് പ്രെയർ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനകത്ത് 2 ഹാൾ അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കയറി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പള്ളിക്കകത്തോട്ടാണ് പോയത്. അവിടെയും കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് വെളിയിലോട്ട് വിട്ടു. വെളിയിലോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. നല്ല വെയിലുള്ളൊരു ദിവസം തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. അടുത്ത് ഞാൻ സെൽഫി എടുക്കാനാണെന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ആ വെയിലത്തൂടെ അങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. ദൈവമേ, എൻ്റെ ഈച്ചായം കിടന്ന് വിളിക്കുന്ന ആരെയാണെന്ന് എനിക്കറിയില്ല. കുറേ നേരമായി എന്തായാലും തുടങ്ങിയിട്ട്. ഈച്ചക ഈ വിളിക്കുന്ന കണ്ടാൽ തോന്നും ഏതോ കാമുകിയെ വിളിക്കുകയെന്ന്. അതുപോലെയാണ് ചെക്കൻ്റെ നെപ്പും വെളുപ്പുമല്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നേരെ ആ വെയിലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയായിരുന്നു. മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ഗെയിം സോൺ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ് പോയത്. സത്യം പറയാലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാധനത്തിനെങ്കിലും ഞാൻ ഒരു റിങ് ഇട്ട് കറക്റ്റായിട്ട് ഇടുന്നത്. അപ്പം അത് കിട്ടിയതിൻ്റെ വാശിയിൽ ഞാൻ നേരെ അടുത്ത് ഗ്ലാസ് എറിഞ്ഞ് തള്ളിയിടാൻ പോയി. പക്ഷേ സത്യം പറയാലോ, നടന്നില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇച്ചായനെ എറിയാൻ നോക്കി, പക്ഷേ എല്ലാം അങ്ങ് വീണില്ല, കുറച്ച് ഗ്ലാസ് വീണു. ഞങ്ങൾക്ക് 2 ഗിഫ്റ്റും കിട്ടി. എനിക്കൊരു ബിസ്ക്കറ്റും ഇച്ചിനൊരു ഫ്രൂട്ടിയും കിട്ടി. അത് മേടിച്ച് ഞങ്ങൾ ഐസ്ക്രീമും വാങ്ങിച്ച് പോവുകയാണ്. ഞാൻ കുറേ നേരമായിട്ടും വീഡിയോ എടുത്ത് തീരാത്തതിൻ്റെ ഒരു ഇതാണ് ഇപ്പം കണ്ടത്. അപ്പോൾ വൈകിട്ട് വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ അച്ഛനൊക്കെ വന്നു. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. എൻ്റെ അച്ഛനാണ് ബാക്കിൽ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു കേക്കായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലെ സജു ആൻറ്റി ആയിരുന്നു കേക്ക് ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ എന്താണോ പറഞ്ഞത് ആൻറ്റി അതുപോലെ തന്നെ കേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് ഒരുപാട് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഞങ്ങൾ ചെറിയ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി നൈസായിരുന്നു.